പേര് വായോ. ആരുടെ പ്രേയറ്? പ്രേയർ ആരും പറഞ്ഞിട്ടില്ല, ആരും പഠിക്കോളാമോ? പ്രയർ ഞാൻ പറയാം. ഹലോ. ഓക്കെ. Dear God, please give me the strength to face the day and to see the many blessings that it contains. Give me the courage to walk on, no matter how long the path or how many turns the road hold. Guide my thoughts so that I walk in love and peace with gratitude stamped on my heart. Thank you. Thought of the day, Rasmina. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Who is Nelson Mandela? Was South African anti-activist and patrician who served as the first president of the South Africa from 1994 to 1999. He was the country's first black head of state and the first elected in a fully representative of democratic election. Thank you. സൈൻ ഇൻ. ഇതൊരു കഥയാണ് ഞാൻ പറയുന്നത്. പണ്ടൊരിടത്ത് കരിക്കട്ട പോലെ കറുമ്പനായ ഒരു കാക്ക ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. കാക്കക്ക് തന്റെ കൂടിനടുത്തുള്ള തടാകത്തിൽ താമസിക്കുന്ന അരയന്നത്തോട് വലിയ അസൂയയായിരുന്നു. കാരണം എന്തെന്നോ, അരയന്നത്തിന് പാല് പോലെ തൂവെള്ള നിറവും തൂവലുകൾ അരയന്നത്തിന് നിറമുള്ള തൂവലുകൾ കണ്ടാൽ മഞ്ഞിൽ പൊതിഞ്ഞ പോലെ മനോഹരവുമായിരുന്നു. ഒരു ദിവസം കാക്ക അരയന്നത്തെ പോലെ തൂവെള്ള നിറം കിട്ടാൻ വേണ്ടി ഒരു സൂത്രം കണ്ടെത്തി. അരയന്നത്തെ പോലെ തടാകത്തിൽ താമസിച്ചാൽ തനിക്കും വെളുത്ത് സുന്ദരനാകാമെന്ന് ആ മണ്ടൻ കാക്ക വിശ്വസിച്ചു. അന്ന് തന്നെ കാക്ക കൂടുപേക്ഷിച്ച് തടാകത്തിൽ ചെന്ന് ദിവസം മുഴുവൻ കുളിക്കുകയും അരയന്നത്തെ പോലെ തടാകത്തിലെ ചെടികളെ ആഹാരമാക്കുവാനും തുടങ്ങി. എത്ര കുളിച്ചിട്ടും കാക്കയുടെ കറുത്ത നിറം മാറിയില്ല. മാത്രമല്ല, തടാകത്തിലെ ചെടികളെ മാത്രം ആഹാരമാക്കിയത് കൊണ്ട് ദിവസങ്ങൾ കഴിയുന്തോറും കാക്ക ക്ഷീണിച്ച് അവശനായി തീർന്നു. അങ്ങനെ ഒരു ദിവസം കാക്ക ചത്തുപോയി. കുട്ടികളെ, കാക്ക കുളിച്ചാൽ ഒരിക്കലും കൊക്കാകില്ല. സ്വഭാവം മാറ്റിയാൽ പ്രകൃതം മാറില്ല. സൈനിൻ സെഫീദ. നമ്മൾ കേട്ടിട്ടുള്ള കഥയാണെങ്കിലും വളരെ ഭംഗിയായിട്ട് വോയിസ് മോഡറേഷൻ തന്നെയാണ് അതിന്റെ അട്രാക്ഷൻ. ഓക്കെ സഫീദ. താങ്ക് യു ടീച്ചർ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. പ്ലീസ് ക്യാരി ഓൺ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ മാം. പ്രേയർ എല്ലാം കഴിഞ്ഞല്ലോ അല്ലെ? എല്ലാം കഴിഞ്ഞു. ഓക്കെ ഫൈൻ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു, ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, നമ്മൾ ടോപ്പിക്സ് റിലേറ്റഡ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്. കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. തേർഡ് അസൈൻമെന്റ് ഹെൽത്തി പീപ്പിൾ ഓർ ഇൽ പീപ്പിൾ ഉണ്ടത് കമ്പയർ ചെയ്തിട്ട് ടാബിൾ ചെയ്യാന്. പിന്നെ ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് അസൈൻമെന്റ് 10 ഇൻഡിവിജ്വൽസിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വാട്ട് യു നോ അബൌട്ട് ഹെൽത്ത് ആൻഡ് വിച്ച് ആർ ദ സ്റ്റെപ്സ് യു ടേക്ക് ഫോർ ഗെറ്റിംഗ് ഹെൽത്തി എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ടാബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടും പറഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി മുന്നേ ചെയ്തിട്ടുള്ള 2 അസൈൻമെന്റ്സിന്റെ ഏകദേശം 3 അസൈൻമെന്റ്സോളം ചെയ്തു അതിന് മുന്നേ. അതിന്റെ ക്വസ്റ്റ്യൻ മാം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ ഇടുവാണെങ്കിൽ അത് നമുക്ക് സബ്മിറ്റ്. ഇത് 2 എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതാണ്. പിന്നെ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ്റെത് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് എടുത്തോണ്ടിരിക്കും എന്നാണ് തോന്നുന്നത് മാം. മെന്റൽ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ ഫൈൻ, താങ്ക് യു.
Okay, so mental health and hygiene. ഇത് എവിടം വരെയായി? ഇനി മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ പറ്റി പറയാം. ഇല്ല, അതെന്നെ എടുത്തു. നീഡ് ഫോർ മെന്റൽ ഹൈജീൻ in school. അതെടുത്തു. നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾ. യെസ്, ആ ഇരിക്കുന്ന പേജ്, ആ ഒരു പോർഷൻ തന്നെ അല്ലെ, നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾസ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നമ്മളുടെ ലൈഫ് സ്പാനിന്റെ ഏത് സ്റ്റേജിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ഹൈജീൻ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത്. രണ്ടും കണക്റ്റഡ് ആണല്ലേ, ഒന്ന് മാർഗമാണെങ്കിൽ ഒന്ന് ലക്ഷ്യം തന്നെയാണ്. ഓക്കെ, അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ ലൈഫ് സ്പാനില് പല ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പൊ കൊച്ചുകുട്ടികള്, അവർക്ക് കൊച്ചുകുട്ടിയല്ലേ, ഒന്നും മനസ്സിലാവില്ല, അവർക്ക് ഫീൽ ചെയ്യില്ല എന്നല്ല, അവർക്കും ഫീൽ ചെയ്യും. ഈവൻ അമ്മയുടെ മോപ്പിലായിരിക്കുമ്പോ, ആ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴും കുട്ടിക്ക് ഫീൽ ചെയ്യുന്നല്ലേ പറയണേ. നീഡ് എടുത്തു, ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾ എടുത്തു എന്നാണ് പറയാം. ഓക്കെ, ഫൈൻ. എന്ത് തന്നെയായാലും സ്കൂളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. കാരണം കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം സ്കൂളിൽ തന്നെയാണ്. അതുമല്ല, വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസിലൂടെ പ്രോബ്ലംസിലൂടെ കുട്ടി കടന്നു പോവുകയാണെങ്കിൽ അത് ടീച്ചർക്ക് മനസ്സിലാകും. ആ ഒരു കുഞ്ഞ് സ്കൂളിൽ വരുമ്പോൾ അവന്റെ ക്യൂസ്, നോൺ വെർബൽ ക്യൂസിൽ നിന്ന് മനസ്സിലാകും. ചില കുട്ടികൾ ഷെയർ ചെയ്യുകയും ചെയ്യും ടീച്ചറുടെ അടുത്തെല്ലാം. നീഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഗുഡ് ഹെൽത്ത്, കുട്ടികളുടെ ഹെൽത്ത് ഡെവലപ്മെന്റിൽ അതിന് വേണ്ടിയിട്ട് സ്കൂൾ സറൗണ്ടിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ പറയും. പലപ്പോഴും മൂഡ് ഡിസോർഡറിലേക്ക് കുട്ടികൾ പോകും. ഡിപ്രഷൻ വരാം, ബൈപോളർ ഡിസോർഡർ വരാം, ആങ്സൈറ്റി ഡിസോർഡർ വരാം, സൈക്കോട്ടിക് ഡിസോർഡർ വരാം, സ്ക്രീസോഫ്രീനിയ പോലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് എന്ത് തന്നെയായാലും, മൂഡ് ഡിസോർഡർ ആണെങ്കിലും ഡിപ്രഷൻ, ബൈപോളർ ഡിസോർഡർ അതൊക്കെ മൂഡ് ഡിസോർഡറിൽ വരും. ആങ്സൈറ്റി ഡിസോർഡർ, സ്ക്രീസോഫ്രീനിയ, അങ്ങനെയുള്ള സൈക്കോട്ടിക് ഡിസോർഡർ ഒക്കെ വന്നാലും ഇതെല്ലാം ഒരു മനുഷ്യന്റെ തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റിയെ ബാധിക്കുന്നു, ഫീൽ ചെയ്യാനുള്ള എബിലിറ്റിയെ ബാധിക്കുന്നു, ബിഹേവിയറിനെ ബാധിക്കുന്നു. വളരെ കെയർലെസ് ആയിട്ടായിരിക്കും പിന്നെ ആ വ്യക്തി, വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാകും, ഡിസ്ഓറിയന്റഡ് ആയിരിക്കും, സ്ഥലകാല ബോധം നഷ്ടപ്പെടുക, കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ചില ഡിസോർഡേഴ്സ് ഒന്നും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ട്രീറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യും അതിന്റെ എഫക്റ്റ് കൂടാതെ നോക്കും. അത് പക്ഷേ ഫ്രം ദ ബിഗിനിങ് അതിന്റെ ഒരു ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം. ഒത്തിരി പഴകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസോർഡേഴ്സിന് ട്രീറ്റ്മെന്റ് ഭയങ്കര പാടാണ്. ചിലപ്പോൾ ലൈഫ് ലോങ്ങിലായിരിക്കും ഇത് ലാസ്റ്റ് ചെയ്യും, കുറെ കാലങ്ങളോളം. പിന്നെ മൂഡ് സ്വിങ്സിന്റെ എപ്പിസോഡ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഒക്കെ കാണിക്കുന്നത്. ഇതിന്റെ കോസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ജനറ്റിക് ഒരു കോസ് തന്നെയാണ്, ജനിതകമായിട്ടുള്ള അങ്ങനെ ജനറ്റിക് കോസ് തന്നെയാണ്. അതുപോലെ തന്നെ സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ്, വളരുന്ന ചുറ്റുപാട്, ബ്രെയിൻ സ്ട്രക്ചറിന് ചേഞ്ചസ് വരിക, ഓൾട്ടേർഡ് ബ്രെയിൻ സ്ട്രക്ചർ. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒത്തിരി കെമിക്കൽ ആക്ഷൻസ് നടക്കുന്നുണ്ട്, അതിന്റെ ഡിഫറൻസസ്. ഇതെല്ലാമാണ് ഇതിന്റെ കോസ് ആയിട്ട് പറയുന്നത്. നമുക്കിപ്പോ ജനറ്റിക് ആയിട്ടുള്ള കാര്യം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സറൗണ്ടിങ്സിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും അല്ലെ. അതൊരു കുട്ടിയുടെ സ്വഭാവമാണെങ്കിലും ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സറൗണ്ടിങ്സ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ അതിന്റെ ബിഹേവിയറിനെ മെയിൻ ആയിട്ടും ബാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഹെറിഡിറ്ററി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ സറൗണ്ടിങ്സിനെ നമുക്ക് ചേഞ്ചസ് ചെയ്യാം. ഹെറിഡിറ്ററി ഫാക്ടർ കാരണം കുട്ടി എന്താ പറയാ, ഈ
നമുക്കറിയാം എല്ലാം വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള മക്കളാ. കുറെ അങ്ങ് വലുതായി കഴിയുമ്പോഴായിരിക്കും കള്ളന്മാരും കൊലപാതകളും റേപ്പിസ്റ്റുമായിട്ടൊക്കെ മാറുന്നത്. അത് കുറെ അവരുടെ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ടുള്ളതും. ഓക്കെ, എന്റെ ഒരു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. ആ കുട്ടി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോടൊന്നും എനിക്കറിയില്ല. ആ കുട്ടി ഭയങ്കര റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സ് എന്തോ ആണ് അവര്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു പ്രൗഡ് ആയിട്ട് ജീവിച്ചിരുന്നായിരുന്നു. അതിനൊരു ചേട്ടൻ, അച്ഛൻ, അമ്മ. അച്ഛൻ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബുള്ള ആളായിരുന്നു, CA കാരനായിരുന്നു. അമ്മയ്ക്ക് ജോബൊന്നുമില്ല. ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലവിങ് ഒക്കെ. ഈ കുട്ടിയുടെ ചേട്ടൻ അന്ന് ഞാൻ കാണുമ്പോ, ചേട്ടൻ CAക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അച്ഛന്റെ പാത തന്നെ പിന്തുടർന്ന് അധികം സംസാരിക്കില്ലായിരുന്നു. കണ്ടു കഴിഞ്ഞാലും ചിരിക്കുകയില്ല, സംസാരിക്കുകയില്ല. പുള്ളി എപ്പോഴും പുള്ളിയുടെ ഒരു ലോകം, ആ പഠിത്തം, ആ ഒരു രീതിയിൽ പോകും. പിന്നെ ഞങ്ങള് കോഴ്സ് ഒക്കെ കഴിഞ്ഞ പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലും ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ കോഴ്സ് എല്ലാം കഴിഞ്ഞപ്പോ പല വഴിക്കായല്ലോ. കുറെ നാള് കഴിഞ്ഞപ്പോ ഞാൻ കേട്ടത്, ഈ കുട്ടിക്ക് മുംബൈയില് ജോലി കിട്ടി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി പോകുന്നിടത്ത് എന്നോട് പറഞ്ഞു. അങ്ങനെ മുംബൈക്ക് പോയി. പിന്നെ ഞാൻ അറിയുന്നത് ആള് കല്യാണം കഴിച്ചു. വേറൊരു റിലീജിയനിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. അത് എന്റെ വീട്ടിലൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. വീട്ടുകാര് ഈ കുട്ടിയെ വീട്ടിൽ കയറ്റാതായി. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു, കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങള് കോളേജിൽ പഠിച്ച ഗേൾസ് മാത്രമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ഈ കുട്ടി എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആ സമയത്ത് ഈ കുട്ടി ഹസ്ബൻഡും മോനുമായിട്ട്, ഒരു മോനുണ്ടായി, ഹസ്ബൻഡും മോനുമായിട്ട് ഓസ്ട്രേലിയയിലാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ജിഷ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എന്റെ വീട്ടില് ചേട്ടൻ ഉണ്ടോന്ന് ഒന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ആ ചോദ്യം ഭയങ്കര ഒരു അതിശയായിട്ട് തോന്നി. ഞാൻ ചോദിച്ചു, ഫോൺ ചെയ്താൽ പോരെ? കാരണം ഇപ്പൊ എന്തൊക്കെ മാർഗങ്ങളുണ്ടല്ലേ, വീഡിയോ കോൾ ചെയ്യാം, അങ്ങനെ അങ്ങനെ. പിന്നെ പറഞ്ഞപ്പോ ഫോൺ ചെയ്തപ്പോ ഫോൺ കുറെ മാസങ്ങളായിട്ട് കണ്ടിന്യൂസ് സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അടുത്ത വീട്ടിൽ ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കുട്ടി കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ അമ്മയുടെ അച്ഛന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോ എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കേട്ടോ, അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചു, അമ്മക്ക് അൽഷിമേഴ്സ് ആയിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ ചേട്ടൻ മാത്രമായി. ചേട്ടൻ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ CA പഠിക്കുവാണല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും CA ഭയങ്കര ടഫാണെന്ന്. ഒരു പേപ്പർ പോയാൽ എല്ലാം ആദ്യം എഴുതണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുണ്ടല്ലോ. അപ്പൊ ചേട്ടൻ എത്ര വർഷം ശ്രമിച്ചിട്ടും ഈ പേപ്പർ ക്ലിയർ ആയില്ല. പുള്ളി ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോയി ആ ഒരു സമയത്ത്. ആ സമയത്ത് പുള്ളിയെ ടേക്ക് കെയർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും കാര്യമായ ഡീറ്റെയിൽസ് ഒന്നും എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞില്ല. ചേട്ടൻ ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യില്ല. ചേട്ടൻ എല്ലാരെയും സംശയമാണ്. അത് കാരണം വാതിലൊന്നും ജനലും ഒന്നും തുറക്കില്ല, എല്ലാം പൂട്ടി വെക്കും, ഗേറ്റും പൂട്ടി വെക്കുന്നു പറഞ്ഞു. പിന്നെ കോവിഡ് സമയമായിരുന്ന സമയത്ത് പേടി കാരണവും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ചേട്ടന്റെ പ്രോബ്ലം സ്ക്രിസോഫ്രീനിയ ആണെന്നാണ് എന്നോട് പറയുന്നത്. ആളുകളുമായി സോഷ്യലൈസ് ചെയ്യില്ല അവര്. സ്വന്തം കാര്യം നോക്കാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഹൈജീൻ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. കുളിക്കില്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്യില്ല, ഭക്ഷണം കഴിക്കില്ല, ഷാബി ആയിട്ടൊക്കെ നടക്കും. അതൊക്കെയാണ് അവരുടെ ഒരു ലക്ഷണങ്ങൾ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് അറിഞ്ഞത്, അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മയും മോനും മാത്രമായല്ലോ വീട്ടില്. കാരണം ഈ മറ്റേ കുട്ടിയായിട്ട് കണക്ഷൻ ഇല്ല, വേറെ റിലീജിയനിൽ നിന്ന് കല്യാണം കഴിച്ചതുകൊണ്ട്. അപ്പോ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് പതുക്കെ ഈ ഡിമെൻഷ്യയുടെ പ്രോബ്ലം വന്നു. അപ്പൊ ആ ഒരു അവരുടെ ഒരു ലൊക്കാലിറ്റി റെസിഡൻസ് അസോസിയേഷനിലെ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു മെയ്ഡിനെ ആ സൊസൈറ്റിയിലെ അവർക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു. ഒരു ദിവസം ഈ മെയ്ഡ് വരുമ്പോ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. വിചാരിച്ചു എവിടെയോ പോയിരിക്കുകയായിരിക്കും വിചാരിച്ചു. പിറ്റേ ദിവസം അങ്ങനെ തന്നെ കണ്ടു. അങ്ങനെ വന്നപ്പോ ഇവര് റെസിഡൻസ് അസോസിയേഷൻകാരെ അറിയിച്ചു. അവര് വന്ന് കുറെ വിളിച്ചു നോക്കിയിട്ട് ഒന്നും അനക്കില്ല. അങ്ങനെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന ഗേറ്റ് ചവിട്ടി പൊളിച്ച് വീടിന്റെ വാതില് പൊളിച്ചകത്ത് ചെന്നപ്പോ കണ്ട കാഴ്ച, ഈ അമ്മയെ കട്ടില് കെട്ടിയിട്ട നിലയിലായിരുന്നു. മകനെ അവിടെയൊന്നും കാണുന്നുമില്ല.
ഇയാൾ എന്തോ 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് പുറത്തു പോയപ്പോ അമ്മയ്ക്ക് ഈ ഒരു പ്രശ്നമാണല്ലോ, ഡിമെൻഷ്യയുടെ പ്രോബ്ലം ആണല്ലോ, അപ്പൊ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് വെച്ചിട്ടായിരിക്കാം ഇങ്ങനെ കെട്ടിയിട്ടത്. പക്ഷെ പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മാതൃഭൂമി ന്യൂസ് ചാനലില് ഭയങ്കര ന്യൂസ് ആയിട്ട് കാണിച്ചു. അപ്പൊ ഓസ്ട്രേലിയയിൽ ഇരുന്ന എന്റെ ഒരു ഫ്രണ്ടിന് അത് പുള്ളിക്കാരി എന്നോട് പറഞ്ഞില്ല, എന്നോട് ഈ നൈബർ അറിയാവുന്ന കുട്ടിയാണ് പറഞ്ഞത്. ഫ്രണ്ടിന് അത് ഭയങ്കര വിഷമമുണ്ടാക്കി. അങ്ങനെ ഈ അമ്മയെ പോലീസുകാരും സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ വോളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവര് ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം ഇങ്ങനെ പ്രോബ്ലം ഉള്ള ഒരു മോന്റെ കൂടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണെങ്കിലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉള്ളിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ആ അമ്മയുടെ മരണം അവിടെ വെച്ചായിരുന്നു. അതിനുശേഷമാണ് ഈ മകൻ ഒറ്റയ്ക്കാകുന്നത് ഈ വീട്ടില്. അപ്പൊ അവിടെ മെയ്ഡും വരാറില്ല, ഇയാള് വാതിലും ജനലും ഗേറ്റും ഒന്നും തുറക്കില്ല. അപ്പൊ സ്ക്രീസോഫ്രീനിയ വരുന്ന ആളുകൾ അങ്ങനെയാണ്, അവർ സോഷ്യലൈസ് ചെയ്യില്ല. പക്ഷെ നമുക്കിതിന്റെ എഫക്റ്റ് കുറയ്ക്കാം, അവരെ കേപ്പബിൾ ആക്കാം, അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാവുന്ന രീതിയിൽ അവരെ കേപ്പബിൾ ആക്കാനായിട്ട് പറ്റും. അതാണ് ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇവരോട് അടുത്തിരിക്കുന്ന ആള് തിരിച്ചറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇന്റർവെൻഷൻ നടത്തുക. മെഡിക്കേഷൻസ് ചിലപ്പോൾ വേണ്ടി വരും, തെറാപ്പി വേണ്ടി വരും. അങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയായതേ ഉള്ളൂ. എഫക്റ്റ് കുറയ്ക്കാം, ലൈഫ് ലോങ് മെഡിസിൻസ് കഴിക്കേണ്ടി വരും. ഈ കുട്ടിയുടെ ബ്രദർ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആള് തന്നെ ഇങ്ങോട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന്റെ ഓഫീസിനടുത്താണ് ഈ വീട്, ഞാനിപ്പോ അവിടെയല്ല താമസിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഹസ്ബൻഡിന്റെ ഓഫീസിൽ പോയിട്ട് ഞാൻ ആളോട് പറഞ്ഞു ഒന്ന് അതുവഴി നോക്കിയിട്ട് വരാൻ. ഞാൻ ചെയ്യില്ല, കാരണം ആൾക്കാർ വല്ലതൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യുന്നു, ഞാൻ അങ്ങനെ നമ്മളുടെ അത്രയും ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കില്ലല്ലോ. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ട് ഇറങ്ങി. അപ്പൊ ഇരുട്ടായല്ലോ. എന്നോട് എന്റെ ഫ്രണ്ട് പറഞ്ഞത് അവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ എന്റെ ചേട്ടനുണ്ട്, ഇത്രയും ദൂരെ ഇരിക്കുന്ന കുട്ടി ചേട്ടൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആളവിടെ ഉണ്ടാകും. ഞങ്ങളൊരു 7 o'clock രാത്രി ഈവനിങ് സമയത്താണ് പോയത്. ആ സമയത്ത് കൂരിട്ടിട്ടായിരുന്നു, പുല്ലും എല്ലാം വളർന്ന് ഗേറ്റിലെ താക്കോലൊക്കെ തുറപ്പിച്ചിരിക്കും. അപ്പൊ ഞാൻ ഈ കുട്ടിയെ അപ്പൊ തന്നെ ഇൻഫോം ചെയ്തുകൊണ്ട് ആരും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഒന്ന് അന്വേഷിപ്പിക്കുക, കാരണം കണ്ടിട്ട് ഇങ്ങനെ ഇതായിട്ട് തോന്നും. അപ്പൊ കുട്ടി സ്വയം സമാധാനിക്കുക, എവിടെയെങ്കിലും പോയതായിരിക്കും. കാരണം ആ കുട്ടിക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വേറൊരു റിലീജിയനിലേക്ക് മാരേജ് ചെയ്ത് പോയത് കൊണ്ടും ആ ഫാമിലിയിലുള്ളവർ ഈ കുട്ടിയെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നീട് എന്തായെന്ന് എനിക്കറിയില്ല. ഞാൻ പല പ്രാവശ്യവും ഇതുപോലെ അവിടെ പോകുമ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞ അതുവഴി വണ്ടി എടുത്ത് പോകും. അപ്പോഴൊക്കെ ആ വീട്ടിൽ ആൾതാമസം ഉള്ളതുപോലെ തോന്നിയിട്ടേയില്ല. എന്റെ അടുത്ത ഫ്രണ്ടിനോട് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞില്ല, അവര് ഇടപെടണമില്ല ഇപ്പൊ അതിലൊന്നും, അവിടെയുള്ള ആൾക്കാരും ഇടപെടുന്നില്ല. അങ്ങനെ ഒരാൾ അതിനകത്തുണ്ടോ ഒന്നും അറിയില്ല. അതോ ആള് വേറെ എവിടേക്കെങ്കിലും പോകും അതും അറിയും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഡിസോർഡേഴ്സ് നമ്മുടെ ചുറ്റുമുള്ള ആരിലെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ഇന്റർവെൻഷൻ എടുക്കുക. ചിലപ്പോൾ ആ തുടക്കത്തിൽ നമ്മളുടെ ഒരു അവരോട് കൊണ്ടൊരു തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയാൽ തന്നെ കുറെ ആശ്വാസം ഉണ്ടാവും. ആളുകൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ പറ്റുന്നത്, ഇപ്പൊ ആ കുട്ടിയുടെ ബ്രദറിന് ആ ഫെയിലിയർ ഒട്ടും താങ്ങാൻ പറ്റില്ല, ഡിപ്രഷനിലേക്ക് പോയി. പിന്നെ അത് ഡിസോർഡറായി മാറുക ചെയ്തത്, സ്ക്രീസോഫ്രീനിയ എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ആ ഒരു പലതവണ ട്രൈ ചെയ്തു കിട്ടാതെ വന്നപ്പോ ആള് നിരാശയിലായി. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയാണ്. എല്ലാവർക്കും എപ്പോഴും സന്തോഷമൊന്നുമല്ലോ, എന്തെങ്കിലുമൊക്കെ സങ്കടം വരും. ആ ഒരു സങ്കടം അതൊരു ഗ്രീഫായി മാറും. ആ ഒരു സാഡ്നെസ്സിൽ നിന്ന് ഗ്രീഫിലേക്ക് പോകും. തീരാ ദുഃഖം എന്നൊക്കെ നമ്മൾ പോകുന്ന ഒരു അവസ്ഥ. അത് കഴിയുമ്പോഴാണ് അത് ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അവിടെയും ഇന്റർവെൻഷൻ വരാൻ കിട്ടാതെ വരുമ്പോഴാണ് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകുന്നത്. ദാറ്റ് മീൻസ് അവിടെ മെഡിക്കേഷൻസ് വേണം. അവിടെയും വരാതെ വരുമ്പോൾ ആൾക്ക് പിന്നെ എന്തിനു ഞാൻ ജീവിക്കണം ആ ഒരു തോട്ട്സ് ആവും. എങ്ങനെയെങ്കിലും എൻഡ് ചെയ്യാൻ എന്റെ ലൈഫ് ആ ഒരു തോട്ടിലേക്ക് പോകും. പിന്നെ അവർ ആ എൻഡ് ചെയ്യാനായിട്ടുള്ള മീൻസ് കണ്ടുപിടിക്കും, മാർഗങ്ങൾ. അങ്ങനെയാണ് നമ്മൾ പറയില്ലേ, ഞാൻ ഇന്നലെ കൂടി അല്ലെങ്കിൽ ഇന്ന് രാവിലെ കൂടെ കണ്ട ഒരാളാണല്ലോ, അത് ഇത്ര എന്താ പറ്റിയത്, എങ്ങനെ മരിക്കാൻ. അങ്ങനെയൊക്കെ ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. ഇതെന്ന് പറഞ്ഞ നാച്ചുറൽ ഡെത്ത് അല്ലാതെ അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നു. ഒന്നും കൂടെ രാവിലെ കണ്ട് ചിരിച്ച് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചതാണല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി. അപ്പൊ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ അത്രയും പ്ലാൻഡ് ആയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അത്രയും അയാളുടെ സെൻസിലായിരിക്കും ചെയ്യുക, അല്ലാണ്ട് പൊട്ടന്മാരൊന്നും ആയിരിക്കില്ല സൂയിസൈഡ് ചെയ്യാൻ പോകും. ഒരു അത്രയും
ചിലപ്പോൾ ദിവസങ്ങളോളം ഇരുന്ന് പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് സംഭവിച്ച അതിന്റെ ആ ഒരു ട്രിഗറിൽ പോയി ചെയ്യുന്ന ആളുകളും ഉണ്ട് അല്ലെ. അങ്ങനെയൊന്നും സംഭവിക്കാം. അപ്പൊ നമ്മൾക്ക് പറ്റുന്നത്, നമ്മൾക്ക് ഇടപെടാൻ പറ്റുന്ന ആ ഒരു നമ്മുടെ ഒരു സർക്കിളിലുള്ള ആളുകളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇത് സ്കിസോഫ്രീനിയ കേസ് വേറെയും പലതും ഉണ്ട്. അപ്പോ അവരിലൊക്കെ കണ്ടിരിക്കുന്ന ഇതാണ് പ്രശ്നങ്ങൾ. അവർ ഡിസോറിയന്റഡ് ആവും, കൺഫ്യൂഷൻസ് വരും, അവരുടെ ലൈഫ് എൻഡ് ആവും, ഭക്ഷണമൊക്കെ കഴിക്കാതായി വീക്കായി ലൈഫ് ഇല്ലാതാകുന്നതാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. മെന്റൽ ഹൈജീൻ സ്കൂളുകളിലെ അത്യാവശ്യം നമ്മൾ പറഞ്ഞു. കുട്ടികള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നായിരിക്കും, നമ്മളെക്കാളും 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെയായിരിക്കും അവർ പോകുന്നത്. അവരുടെ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി, അഡോളസൻസ് ആവുമ്പോൾ അവരുടെ കൺഫ്യൂഷൻ, ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അവർക്ക് മനസ്സിലാകാതെ വരും. പെൺകുട്ടികളിലൊക്കെ കുഴപ്പമില്ല, കാരണം വെച്ചാൽ അവർക്ക് ഈ മെൻസ്ട്രേഷൻ സൈക്കിൾ ഒക്കെ വരുന്നത് കാരണം അവർ കുറച്ചുകൂടെ അവെയർ ആണ് പല കാര്യങ്ങളെ കുറിച്ചും. പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ചേഞ്ചസ് വരുന്നതിനൊപ്പം തന്നെ ബോയ്സിലും വരുന്നുണ്ട് ചേഞ്ചസ്. പക്ഷെ ആ സമയത്ത് അവർക്കത് പറഞ്ഞു കൊടുക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആരും ഇല്ല. അപ്പൊ അവരങ്ങ് കൺഫ്യൂസ്ഡ് ആയി പോകും, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്. അവരപ്പൊ അത് അറിയാനായിട്ട് പല പല മാർഗങ്ങൾ തേടിപ്പോകും. അത് റോങ് വേ ആയി പോയി കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു ഏജിനെ തന്നെ വല്ലാതെ ബാധിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂടെ നമ്മുടെ മക്കളാണെങ്കിലും ആരാണെങ്കിലും നമ്മളത് ഹാൻഡിൽ ചെയ്യണം. പലപ്പോഴും കണ്ടിരിക്കുന്ന ഒരു പ്രവണത, അച്ഛന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ബോയ്സിന്റെ അടുത്ത് ഇങ്ങനെ പറയാനായിട്ട്. അപ്പൊ അമ്മ ആ ഒരു റോളും കൂടെ അമ്മ ഏറ്റെടുക്കണം. അയ്യോ മോനല്ലേ, ആൺകുട്ടിയല്ലേ, ഞാനെങ്ങനെ അവനോട് പറയുന്ന ഒരിക്കലും അമ്മ ചിന്തിക്കണം. അത് ശരിക്കും തുറന്ന് സംസാരിക്കാനായിട്ട് അമ്മയ്ക്കും മകൻ പറ്റും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മെന്റൽ ഹൈജീൻ സ്കൂളിൽ ആവശ്യം എന്നുള്ളതിന്റെ കാര്യം. സ്കൂളുകളിൽ ഒത്തിരി അവയർനെസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ള ആ ഒരു ടോപ്പിക് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു കുറേ നാളുകൾ മുമ്പ്. പക്ഷെ ഇപ്പൊ സ്കൂളിൽ അത് നല്ല രീതിയിൽ എടുത്ത് കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. അവിടെ ശരിക്കും മെന്റൽ ഹൈജീൻ എന്ന് മാത്രം ഹെഡിങ് മതി. ആ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സെന്റൻസിൽ അതിനെ മെന്റൽ ഹൈജീൻ എന്നാക്കും. സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഹൈജീൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് താഴെ മെന്റൽ ഹെൽത്ത് വീണ്ടും വരുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ മെയിൻ ഹെഡിങ് ആയിട്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ എന്ന് കൊടുത്തിട്ട് സബ് ഹെഡിങ് ആയിട്ട് ഫസ്റ്റ് വൺ മെന്റൽ ഹൈജീൻ, അതിന്റെ താഴെ മെന്റൽ ഹെൽത്ത്, ആ രീതിയിൽ കൊടുക്കാം. മെയിൻ ഹെഡിങ് ആയിട്ട് മുകളിൽ കൊടുത്ത് അങ്ങനെ പോവാം. ഓക്കെ, ആ സെന്റൻസിൽ തുടക്കം കറക്റ്റ് ചെയ്യുക, മെന്റൽ ഹെൽത്ത്, പിന്നെ മെന്റൽ ഹൈജീൻ. പിന്നെ താഴേക്ക് വരുമ്പോ 1 2 3 4 5 6 സിക്സ്ത് ലൈനില് കട്ട്സ് ആൻഡ് മോസ്റ്റ്ലി കോമ കഴിഞ്ഞിട്ട് മെന്റൽ ഈസ് ദ എബിലിറ്റി എന്ന് കാണാം. അവിടെ മെന്റൽ ഹെൽത്ത് ഈസ് ദ എബിലിറ്റി എന്ന് ആക്കുക. മെന്റൽ ഹെൽത്ത് ഈസ് ദ എബിലിറ്റി എന്നാക്കുക. ഓക്കെ, ഇനി അതൊന്ന് റീഡ് ചെയ്തോളൂ ആ ഒരു പാരഗ്രാഫ് ആരെങ്കിലും. ആരാ റെഡി ആയിട്ടുള്ളത്? ഞാൻ ചെയ്യട്ടെ. Mental hygiene. Mental health is the science that deals with the care and promotion of mental health as well as the prevention of mental ill health. The aim of mental hygiene is to try to achieve better mental health. Mental health is process of continuous adjustments to the environment by the individual. Mental hygiene is the means of attaining healthy personal and social adjustment. According to Cutts and Mosley, mental health is the ability to adjust satisfactorily to the various strains of the environment we meet in life and mental hygiene is the means we take to assure this adjustment. In short, mental hygiene is the means we take to assure this adjustment. Yes.
we take to adjustment in short വീണ്ടും in short തന്നെയാ മാം. in short അവിടെ മിസ്റ്റേക്സ് ഇല്ലാലോ, കറക്റ്റ് തന്നെയല്ലേ? in short, mental hygiene and mental health may be differentiated as mean and ends. Mental hygiene is a means to make people conscious of mental health. It provides means and measures to attain mental health. കറക്റ്റ് കൺഫ്യൂഷൻ ഉണ്ട് മാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വീണ്ടും പറയുന്നു. മെന്റൽ ഹൈജീൻ ആണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. മെന്റൽ ഹൈജീൻ ഈസ് ദ സയൻസ്. പിന്നെ റിപ്പീറ്റ് ആയിട്ടുണ്ട് ഒരു സെന്റൻസിന്റെ ഭാഗം, അത് ഞാൻ വിട്ടുപോയി പറയാം. ഓക്കെ, അപ്പൊ മെന്റൽ ഹൈജീൻ അത് ഒരു സയൻസ് ആണ്. ഹെൽത്ത് എന്നുള്ളത് കട്ട് ചെയ്ത് അവിടെ ഹൈജീൻ ആക്കുക. സയൻസ് എന്താണ് ഡീൽ ചെയ്യുന്നത്? കെയർ ആൻഡ് പ്രൊമോഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് ആസ് വെൽ ആസ് ദ പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഇൽ ഹെൽത്ത്. നമ്മളുടെ മെന്റൽ ഹെൽത്തിന്റെ കെയറിങ്, അതിന്റെ പ്രൊമോഷൻ. കാരണം നമ്മുടെ മെന്റൽ ഹെൽത്ത് അത് നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ആ മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ പോസിറ്റീവായിട്ട് വരുന്ന ഫാക്ടേഴ്സ് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. പലപ്പോഴും പല നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്, നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ വരും. നമ്മൾ ഭയങ്കര ഡൗൺ ആവുന്ന രീതിയിൽ അത് വരും എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പൊ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതില്. ഓക്കെ, മെന്റൽ ഹൈജീന്റെ എയിം എന്താണ്? ടു അച്ചീവ് ബെറ്റർ മെന്റൽ ഹെൽത്ത്. നല്ലൊരു മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. കണ്ടിന്യൂസ് അഡ്ജസ്റ്റ്മെന്റ് ടു ദ എൻവിയോൺമെന്റ്. ആ എൻവിയോൺമെന്റുമായിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡോ അല്ലെങ്കിൽ എപ്പോഴും ഒരു എന്താ പറയാ, കംപ്ലൈന്റ് ബോക്സ് പോലെ ആയിരിക്കും നമ്മൾ. നമുക്ക് എന്തിലും പരാതിയായിരിക്കും, ഒന്നിലും സാറ്റിസ്ഫൈഡ് ആകില്ല. അതാ ഈ മെന്റൽ ഹെൽത്ത് വീക്ക് ആകുമ്പോൾ ഒരു പ്രശ്നമാണ്. നമ്മൾ ഒന്നിലും സാറ്റിസ്ഫൈഡ് ആകില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒട്ടും റെഡി ആകുന്നില്ല. അതാണ് പ്രശ്നം. കണ്ടിന്യൂസ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ടു ദ എൻവിയോൺമെന്റ് ബൈ ദ ഇൻഡിവിജ്വൽ. ഓരോ ആളുകളും അവരുടെ സറൗണ്ടിങ്സുമായിട്ട് കണ്ടിന്യൂസ്ലി അഡ്ജസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹൈജീൻ എന്താണ്? ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന മാർഗം, അതാണ് മെന്റൽ ഹൈജീൻ. മീൻസ് ഓഫ് ഈ ഒരു ഹെൽത്തി പേഴ്സണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ എടുക്കുന്ന മാർഗങ്ങൾ തന്നെയാണ് മെന്റൽ ഹൈജീൻ. കട്ട്സ് ആൻഡ് മോസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓതേഴ്സ് ആണ്. നോർമ ഇ കട്ട്സ്, നിക്കോളാസ് മോസ്ലി, അങ്ങനെയാണ് അവരുടെ മുഴുവൻ പേര്. അവർ ഓതേഴ്സ് ആണ്. അവർ പറയുന്നുണ്ട്, mental health is the ability to adjust satisfactorily to the various strains of environment. നമുക്ക് സറൗണ്ടിങ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും വരും. അപ്പൊ നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു എബിലിറ്റി, ായിട്ട് സാറ്റിസ്ഫാക്ടറിലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഹെൽത്ത് എന്ന് എത്തിച്ചേരും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നതാണ് മെന്റൽ ഹെൽത്ത്. ഇനി മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ എടുക്കുന്ന മീൻസ്, മാർഗങ്ങൾ, അതാണ് മെന്റൽ ഹൈജീൻ. ചുരുക്കി പറഞ്ഞാൽ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് മീൻസ്, നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റിന് എടുക്കുന്ന മീൻസ്, ആ ഒരു മാർഗമാണ്. ഈ അഡ്ജസ്റ്റ്മെന്റിന് എടുക്കുന്ന മാർഗത്തിനെയാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. മെന്റൽ ഹൈജീനും മെന്റൽ ഹെൽത്തിനെയും മീൻസ് ആൻഡ് എൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാർഗമാണ് മെന്റൽ ഹൈജീൻ. ലക്ഷ്യം, എൻഡ് റിസൾട്ട്, ലക്ഷ്യമാണ് മെന്റൽ ഹെൽത്ത്. അപ്പൊ മെന്റൽ ഹൈജീൻ മീൻസും മെഷേഴ്സും തരുന്നു, മാർഗങ്ങളെല്ലാം നമുക്ക് തരുന്നു എങ്ങനെ ഒരു നല്ലൊരു മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാന്നുള്ളതിന്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത്. അതാരാ റീഡ് ചെയ്യാൻ? മാം ഇവിടെ റിപ്പീറ്റ് ചെയ്ത സെന്റൻസ് എന്ന് പറഞ്ഞില്ലേ, അതേതാ മാം? റിപ്പീറ്റ് ഇല്ല, ശരിക്കും അവിടെ ആ ഒരു സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. ആ ഒരു പാരഗ്രാഫ് തീരുന്നതിന് ഒരു 3-4 സെന്റൻസ് ആയിട്ടുള്ള സ്ഥലത്ത്. ഇൻ ഷോർട്ട്, മെന്റൽ ഹൈജീൻ ഈസ് ദ മീൻസ് വി ടേക്ക് ടു അഷ്വർ ദിസ് അഡ്ജസ്റ്റ്മെന്റ്. Again, in short, mental hygiene and mental health may be differentiated as means and ends. Repeat ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത്. അവിടെ ഫോർത്ത് ലൈനില് ഒരു സെന്റൻസ് ഉണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ്
ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് എന്നും കൂടെ ആഡ് ചെയ്തിട്ട് റീഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വായിക്കുക കേട്ടോ. വായിക്കട്ടെ മാം. യെസ് പ്ലീസ്. Mental health. A healthy individual is not only physically healthy, but is also mentally healthy. The modern concept of health extends beyond the proper functioning of the body. It included a sound, efficient mind, and controlled feelings. Health is a state of being sound or whole in body and mind. It means that both body and mind integrated psychosomatic units whose behavior is resolved by both physical and mental factors that contribute to the maintenance of physical health as well as social effectiveness. Balance വേണം. വായിച്ചോളൂ. From this, one can conclude that mental health has two important phases. Sound ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ ബാങ്ക് വിളിക്കണ്ടേ? Okay. It is both individual and social. The individual has to be internally adjusted. He is self-confident, sufficient, and free from internal conflicts and tensions or errors. He is skillful enough to be able to adapt to new situations, but he archives these internal adjustments in a social setup. It is within this social framework that the internal adjustment has to be built up. Only then the individual becomes a person who is acceptable as a member of his society. Other definitions of mental health refers to such abilities as of making decisions, of assuming responsibilities in accordance with one's quantity, of finding satisfaction, success and happiness in achievement of everyday tasks, of living effectively with others and showing society considerable behavior. Okay. ഓക്കെ. സോ മെന്റൽ ഹെൽത്ത് നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എല്ലാം പറഞ്ഞപ്പോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പറഞ്ഞപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞു ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല അല്ലെ, മെന്റലി ഹെൽത്തും നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്, സോഷ്യൽ വെൽബീയിങ് എല്ലാം ആയിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ശരിക്കും ഇപ്പൊ വളരെയധികം ഇമ്പോർട്ടൻസ് ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും കൊടുക്കുന്നുണ്ട്. പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി, ആ ഒരു അതിൽ നിന്നും കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഹെൽത്ത് എന്ന് പറയുന്നത്. സൗണ്ട്, എഫിഷ്യന്റ് മൈൻഡ് ആൻഡ് കൺട്രോൾഡ് ഫീലിങ്സ്. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് സൗണ്ട് ഓർ ഹോൾ ഇൻ ബോഡി ആൻഡ് സൗണ്ട് ബോഡി ഇൻ സൗണ്ട് മൈൻഡ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ നല്ല ബോഡിയുടെ എല്ലാ കാര്യങ്ങളും, അത് മെന്റലി ഫിസിക്കലി എല്ലാം എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ആ ഒരു രീതിയിൽ നമ്മൾ ചില സമയത്ത് പറയില്ല എനിക്കൊരു സുഖം തോന്നുന്നില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്ങിന്റെ ചെറിയൊരു ലോ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പറയുന്നത് ആകെ എന്തോ ഒരു ടെൻഷൻ പോലെയെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ബോഡിയിൽ എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നു പറയും, എന്തൊക്കെയോ എവിടെയൊക്കെയോ വേദനയൊക്കെ എടുക്കുന്നു എന്ന് പറയും. എല്ലാം അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഒരു സൗണ്ട് മൈൻഡ്, ഹോൾ ബോഡി ആൻഡ് മൈൻഡ് സൗണ്ട് ആയിരിക്കണം. പക്ഷെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു സൗണ്ട് സ്ലീപ്പ് എന്നൊക്കെ പറയില്ലേ, നല്ല ഉറക്കം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉറക്കം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പറയുന്നത്. ബോത്ത് ബോഡി ആൻഡ് മൈൻഡ്, അതിനകത്ത് പല രീതിയിലുള്ള ഇന്റഗ്രേറ്റഡ് സൈക്കോസൊമാറ്റിക് യൂണിറ്റ്സ് ഉണ്ട്. അതായത് കുറെ ഡിസ്റ്റർബൻസസ്, നമ്മുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, സ്ട്രെസ് ഒക്കെ കാരണം നമുക്ക് ആകെ ഒരു ഡിസ്റ്റർബൻസസ് ഒക്കെ വരും. അതാണ് ഇന്റഗ്രേറ്റഡ് സൈക്കോസൊമാറ്റിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഡിസ്റ്റർബൻസ്, അതായത് ന്യൂറോട്ടിക് ആയിട്ടുള്ളത്, നമ്മുടെ ന്യൂറോ റിലേറ്റഡ് ആയിട്ട് വരുന്ന ചില ഇന്റേണൽ കോൺഫ്ലിക്ട്സും സ്ട്രെസ്സും വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെ റിസോൾവ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ മാനേജ് ചെയ്ത് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തും സോഷ്യൽ എഫക്റ്റീവ്നെസ്സും മെന്റൽ ഹെൽത്തും എല്ലാം ബാലൻസ് ചെയ്ത് പോകേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസസ്, കൺഫ്യൂഷൻസ്, കോൺഫ്ലിക്ട്സ് ഒക്കെ വരുമ്പോൾ, സ്ട്രെസ് ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ മാനേജ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റണം. അത് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് വരണം. കാരണം മനസ്സിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിന്റെ റിഫ്ലക്ഷൻസ് ബോഡിയിലൂടെ ആയിരിക്കും. ഹെഡ് ഏക്ക് അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ വേദന, വോമിറ്റിംഗ്, അപ്സെറ്റ് ആകുമ്പോൾ,
ഡയറിയ പോലത്തെ പ്രശ്നങ്ങൾ വരുന്നു, സ്റ്റൊമക് അപ്സെറ്റ് വരുന്നു, ഓക്കെ. പിന്നെ ഒരു അൺഈസിനെസ്, ഉറങ്ങാൻ പറ്റുന്നില്ല, റെസ്റ്റ്ലെസ് ആണ്, ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. അങ്ങനെ വരുമ്പോൾ മെന്റൽ ഹെൽത്തിന് 2 ഇമ്പോർട്ടന്റ് ഫേസസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. നമ്മളുടെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതല്ല, നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് അത് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മള് വളരെ കുഴപ്പമൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നു, പക്ഷെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എപ്പോഴും വഴക്കും ബഹളവും ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അത് നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്യൂലേ? നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും, അവിടെയുള്ള മറ്റു ആളുകളോട് നമുക്ക് വല്ലാത്ത വിഷമം തോന്നും, അത് അനുഭവിക്കുന്നവരോട് എല്ലാം നമുക്ക് ഒരു പ്രയാസം തോന്നും. അപ്പൊ ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇമ്പോർട്ടന്റ് ഫേസസ്, ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റേണലി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അല്ലെ? സെൽഫ് കോൺഫിഡൻസ്, സഫിഷ്യന്റ്, അതുപോലെ തന്നെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, ടെൻഷൻസ് ഓർ എറേഴ്സ്, അതിൽ നിന്നെല്ലാം ഫ്രീ ആവുക, അതൊക്കെയാണ്. സ്കിൽഫുൾ ആയിരിക്കണം, സ്കിൽഫുൾ എനഫ് ടു ബി, ഏതെങ്കിലും പുതിയ പുതിയ സിറ്റുവേഷൻസ് വരുമ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ആകാനുള്ള രീതിയിലുള്ള ഒരു സ്കിൽഫുൾ ആയിരിക്കണം ആള്. അതുപോലെ തന്നെ ഒരു സോഷ്യൽ സെറ്റപ്പിലേക്ക് പോകുമ്പോഴും ഈ ഒരു ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമാണ്. ആ ഒരു സോഷ്യൽ ഫ്രെയിം വർക്കിൽ, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു റെസിഡൻസ് അസോസിയേഷനിൽ ജീവിക്കുന്ന ആൾ, ഒരു റെസിഡൻസ് ഒരു കാര്യം പറഞ്ഞോട്ടെ, പറയും. ഈ മെന്റൽ ഹെൽത്തിന്റെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്, ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. കിണറ്റിലുള്ള വെള്ളത്തെ നമ്മൾ എപ്പോഴും വെള്ളം ഇങ്ങനെ കോരുമ്പം നോക്കുന്നല്ലാതെ നോർമലി ആ കിണറ്റിലെ വെള്ളത്തെ ഒന്നും ശ്രദ്ധിക്കില്ല. നോർമലി നമുക്ക് ഉണ്ടാകുന്ന സമാധാനം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ഒരു ദിവസം നോക്കുമ്പോൾ കിണറ്റിലെ വെള്ളം ചെറുതായിട്ട് ഒന്ന് കലങ്ങിയ പോലെ തോന്നി. അപ്പൊ ഭയങ്കരമായിട്ട് മെന്റലി എന്തോ ഒരു ടെൻഷൻ പോലെ വന്നു എനിക്ക്. എന്നാ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ മെന്റലി നമ്മൾ അതിനെ ആസ്വദിക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ടേയിരിക്കാം കിണറ്റിലെ വെള്ളം ഇച്ചിരി ഒന്ന് കലങ്ങിയപ്പോ നമുക്ക് അയ്യോ ഇതിനിയിപ്പോ ശരിയാവോ, എന്താ പറ്റിയത് എന്നുള്ളൊരു ടെൻഷൻ വന്നു. പിറ്റേ ദിവസം അത് ക്ലിയർ ആയി. ഫസ്റ്റ് മഴ പെയ്ത സമയത്തായിരുന്നു അങ്ങനെ സംഭവിച്ചത്. അപ്പൊ അത് പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധിക്കാത്ത കാര്യം പോലും നമുക്ക് മെന്റലി ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു എക്സാമ്പിള്. ചെറിയ കാര്യമാണ്, പക്ഷെ നമ്മൾ കുടിക്കുന്ന വെള്ളമല്ലേ, അപ്പൊ അത് ഇനി അത് മുന്നോട്ട് എങ്ങനെയാവും എന്നുള്ള ഒരു ടെൻഷൻ പെട്ടെന്ന് വന്നു. അതിപ്പോ പറയുമ്പോ അത് പറയണം തോന്നിയതാ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ചുറ്റുപാടുമുള്ള പലതും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ദിവസവും പുറത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. പോകുന്ന വഴിയിൽ സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തി, അപ്പം പരസ്പരം ചിരിക്കാറുണ്ടെന്ന് കരുതുക. ഒരു ദിവസം ആ ചിരി ഇല്ലാതാവുമ്പോൾ നമ്മളൊന്ന് ഡിസ്റ്റർബ്ഡ് ആവും, എന്ത് പറ്റി? അല്ലെങ്കിൽ നമ്മൾ ചിരിക്കാതാവുമ്പോൾ ഡെഫിനറ്റ്ലി അവരും ഒന്ന് ഡിസ്റ്റർബ്ഡ് ആവും. ദിവസം നമ്മളെ നോക്കി ഒരു ചിരി തരുന്ന ഒരു വ്യക്തി അങ്ങനെ കാണാതെ വേറെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കണമെന്നുണ്ടാവില്ലായിരിക്കും, പക്ഷെ അതില്ലാണ്ടായപ്പോ നമുക്ക് ആ ഒരു സംശയം. നമ്മൾ ഒരു മൂവിയിൽ കണ്ടിട്ടില്ലേ, മൂവി മാത്രല്ല വാട്സപ്പിലൂടെ അത് ആ ഒരു കൺസെപ്റ്റിൽ ഒരു കഥ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ മൂവിയൊക്കെ. ആ മൂവിയുടെ പേര് ഞാൻ മറന്നുപോയി. അന്നാബൻ അഭിനയിച്ച, ദലാലൊക്കെ അഭിനയിച്ച അന്നാബൻ ഒരു ഓഫീസിലെ ഒരു ഫ്രീസറിനകത്ത് പെട്ടുപോകുന്നതും സെക്യൂരിറ്റി നോക്കിയ ദിവസവും അന്നാബൻ വിഷ് ചെയ്തിട്ട് ആണ് കടന്നു വരുമ്പോഴും പോകുമ്പോഴും അന്ന് ഉണ്ടായില്ല എന്നുള്ളത് ആ സെക്യൂരിറ്റി ഓർത്തെടുക്കുന്നു. അങ്ങനെയാണ് അതിനകത്ത് പെട്ടു എന്ന് മനസ്സിലായി അവിടെ ചെല്ലുന്നത്. അപ്പൊ അതാണ്. അപ്പൊ നമ്മളുടെ ഒരു നോൺ വെർബൽ ക്യൂ ആയിരുന്നു ഒരു ചിരി, അത് അല്ലെങ്കിൽ ഒരു വിഷ്, ഹൈന്നോ ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ്ങോ എന്തെങ്കിലും പറയും. അത് ഒരാളിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം അല്ലെ, അതൊരു ദിവസം കിട്ടാതെ വന്നപ്പോ ആ ഒരു ഡിഫറൻസ് വന്നു. ഇത് എന്റെ മോൻ ചെറുതായിരുന്ന സമയത്ത്, ഒരു UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു സമയത്ത് ഇവന് ഏതെങ്കിലും ടീച്ചർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ടീച്ചറെ പറ്റിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇന്ന് മിസ് ചിരിച്ചില്ല. അപ്പം കുട്ടി അത്രയും ഒബ്സർവ് ചെയ്യുവാണ്. മേ ബി ടീച്ചർക്ക് എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നിരിക്കാം, അതായിരിക്കാം. അല്ലെങ്കിൽ നല്ല ചിരിച്ച് സംസാരിക്കുന്ന ഒരു ടീച്ചർ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. പൊതുവെ അങ്ങനെയുള്ളവരോട്, പൊതുവെ നല്ല കുട്ടികൾക്ക് അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും അല്ലെ. ഇന്ന് മിസ് ചിരിച്ചില്ല, എന്തോ കുഴപ്പമുണ്ട്, ഇങ്ങനെയാണ് മോൻ വന്ന് പറഞ്ഞത്. അതിപ്പോഴും ഞാനിങ്ങനെ ഓർക്കണം. അപ്പൊ നമ്മളുടെ ഒരു ആ ഒരു എക്സ്പ്രഷൻ തന്നെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റം എത്ര വലുതാ. ഭയങ്കര ഹാപ്പി ആവും.
നമ്മൾ ദേഷ്യപ്പെടുവാണെങ്കിൽ അവർ അതുപോലെ അവർ ഡൗൺ ആയി പോകൂലെ. അപ്പൊ ആ ഒരു നോൺ വെർബൽ ക്യൂസ്. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലുമാണ് സോഷ്യലുമാണ്. എന്റെ മെന്റൽ ഹെൽത്ത് ശരിയാക്കണം. അറ്റ് ദ സെയിം ടൈം എനിക്ക് ചുറ്റുപാടുമുള്ളവരും ഞാനുമായിട്ട് കണക്റ്റഡ് ആകുന്നവരും, അതൊരു ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നിടത്തായിരിക്കാം, അല്ലെങ്കിൽ എന്റെ വീട്ടിലായിരിക്കാം, എന്റെ നൈബർഹുഡിലായിരിക്കാം, എന്റെ റിലേറ്റീവ്സിലായിരിക്കാം, അത് എല്ലാവരിലും വരണം ആ ഒരു മെന്റൽ. ഇപ്പൊ സോഷ്യൽ സെറ്റപ്പുമായിട്ട് നമുക്ക് പലപ്പോഴും ഇന്റേണലി അഡ്ജസ്റ്റഡ് ആകേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെമ്പർ ആയിട്ട് വരുന്നത്. ഞാനിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടന്റെ കാര്യം പറഞ്ഞു. സ്ക്രീസോഫ്രീനിയ വന്നതുകൊണ്ടാണ് അദ്ദേഹം ഒട്ടും സോഷ്യലൈസ് ചെയ്യുന്നതായി. അപ്പൊ ആ സൊസൈറ്റിയിലുള്ള ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ അദ്ദേഹം അവിടെ ഉണ്ടോന്നോ ജീവിച്ചിരിപ്പുണ്ടോന്നോ ഒന്നും അന്വേഷിക്കാൻ തന്നെ ആൾക്കും ആണോ അറ്റൻഡൻസ് കൂടുതലുണ്ടോ. ഓക്കെ, ഞാൻ തുടങ്ങിയപ്പോ കുറച്ചു പേരെ എന്തോ കണ്ടുള്ളൂ തോന്നുന്നു, പിന്നെ കൂടി. ഓക്കെ ഫൈൻ. അങ്ങനെ വന്നപ്പോ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺ അല്ല. എന്നോട് ഇന്നെ അതിന് തൊട്ടടുത്ത് താമസിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ആ കുട്ടിക്ക് ഇദ്ദേഹത്തിന്റെ ഡിസോർഡറെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ. ആ കുട്ടി എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നോക്കാൻ തന്നെ പേടിയാവും, ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന കാണാം ഉണ്ട കണ്ണു വെച്ചിട്ട്, നമ്മളത് തന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഈ ആൾക്ക് എന്താണ് പ്രോബ്ലം എന്ന് അറിയില്ല. ചുറ്റുപാടുള്ള പലർക്കും ഇങ്ങനെ ഡിസോർഡർ ആണ് വന്നിരിക്കുന്നതെന്ന് അറിയേയില്ല. ഇപ്പൊ കുറെ ആളുകൾ അവെയർ ആകുന്നുണ്ട്, മനുഷ്യർക്ക് ഉണ്ടാകുന്ന മനസ്സിനും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അറിയുന്നുണ്ട്. നമ്മൾ പണ്ട് എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയിലൊക്കെ ആയിരിക്കും കുറെയൊക്കെ കേട്ടിട്ടുണ്ടാവാം ഇതുപോലെ ഡിസോർഡേഴ്സിനെ കുറിച്ച്. ADHD, സ്ക്രിസോഫ്രീനിയ, ബൈപോളർ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൂവീസിലൊക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ അടുത്ത് വരെ ഇങ്ങനെ കേട്ടുകയാണ്. നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് കേട്ടാൽ തന്നെ നമ്മള് അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ ഒരു ഡിസോർഡേഴ്സ് വരുന്നതിന്റെ 2 ഫാക്ടേഴ്സ് ആണ് എൻവിയോൺമെന്റ്, ഹെറിഡിറ്ററി, ജനറ്റിക്. അതില് എൻവിയോൺമെന്റിൽ നമ്മൾക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. സോ നമുക്ക് പറ്റുന്നത് നമുക്ക് ചെയ്യാം. പിന്നെ ഡിസോർഡേഴ്സ് കറക്റ്റ് ആയിട്ട് മെഡിക്കേഷൻസും ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. എനിക്കറിയാവുന്ന ഒരാളുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ അവിടെ 3 മക്കളുണ്ട്. മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നു, രണ്ടാമത്തത് 10th, ചെറിയ മോള് 7 അങ്ങനെ എന്തോ പഠിക്കുക. അപ്പോഴാണ് മൂത്ത കുട്ടിയാണ് എനിക്ക് അന്ന് നോമ്പ് സമയമായിരുന്നു, നോമ്പെടുക്കുന്നവരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നോമ്പ് തുറക്കണ സമയമാകുമ്പോ ഞാൻ വരാതെ, വലിയ കുഴപ്പമില്ല, ടീച്ചർക്ക് ലേറ്റ് ആവില്ലേ, അതിന്റെ മോനോ ഒന്ന് കാണാൻ വരാൻ വേണ്ടി വിളിച്ചായിരുന്നു കേട്ടോ, ലേറ്റ് ആവില്ലേ, അതുകൊണ്ട് നേരത്തെ വന്നോളൂ. അങ്ങനെ ഞാൻ ചെന്നപ്പോ ഈ മൂത്ത മോളാണ് എനിക്ക് നോമ്പ് ടൈം ആണെങ്കിൽ കൂടിയും അവരെനിക്ക് ഭക്ഷണമൊക്കെ തന്നു കേട്ടോ. എനിക്ക് ചായയും കഴിക്കാനൊക്കെ എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ട് തന്നു. ആ മൂത്ത മോളായിരുന്നു ചെയ്തത്. ആ കുട്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അമ്മ എന്നോട് പറയാം, അവൾക്ക് ബൈപോളർ ഡിസോർഡർ ഉണ്ട്, അവളന്ന് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുക. കുട്ടിക്ക് മൂഡ് സ്വിങ്സ് ആണ്. ഇന്നിപ്പോ നല്ല മൂഡാണ്. അതാണ് വേഗം വന്നപ്പോഴേക്കും വേഗം ചായയും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് ഓടി വന്ന് ഭയങ്കര സന്തോഷിച്ച് ചിരിച്ച് സംസാരിച്ചു. പക്ഷെ നെക്സ്റ്റ് മൊമെന്റ് ഇവളുടെ മൂഡ് മാറും. കുട്ടിയുടെ മൂഡ് സ്വിങ് ഡിസോർഡർ കുട്ടിയുടെ അമ്മ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒട്ടും സപ്പോർട്ടീവ് അല്ല കുട്ടിയുടെ അച്ഛൻ. അതാണ് കുട്ടി പലപ്പോഴും ചില സമയത്തെ റിയാക്ഷൻ ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നത്. മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഡോക്ടർ എഫക്റ്റ് കുറയ്ക്കുക എന്നാണ് പറഞ്ഞത്. ഇത് ചിലപ്പോ ലൈഫിൽ എന്തെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് ഒക്കെ വരുമ്പോഴേക്കും അപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ പോകുന്നത്. ഇതിൽ കുഴപ്പമൊന്നുമില്ല, പഠിക്കാനും പിടിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മള് ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷനായി പോകും. കാരണം ഇതൊരു മാനസികമായ ഡിസോർഡർ ആണല്ലോ. ചിലത് ലൈഫ് ലോങ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് ചിലപ്പോൾ മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരും. നമ്മള് സൗണ്ട് മൈൻഡ് അല്ലെ, ഹെൽത്ത് എന്ന് പറയുമ്പോൾ സൗണ്ട് മൈൻഡും സൗണ്ട് ബോഡിയാണെന്ന് പറയും. സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മലയാളത്തോട് പറയുകയാണെങ്കിൽ സുബോധ മനസ്സെന്ന് പറയും. അതായത് നമുക്ക് നല്ലതുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന രീതിയിലുള്ള മനസ്സ്, അതാണ് ഈ സൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കോമൺ സെൻസ്, നമുക്ക് ആ ഒരു ബോധത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്, നമ്മുടെ ചിന്തയും പ്രവർത്തിയും കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്ന അവസ്ഥ. ഡിസോർഡേഴ്സ് വരുമ്പോഴാണ് ആ സൗണ്ട് മൈൻഡ് ലോ ആയി പോകും.
ഹലോ മാം, Yes, ഷിജിനസ്. എനിക്ക് ഡൗട്ട് ഉണ്ട്. ചോദിക്കൂ. നമ്മളുടെ ഇതില്ലേ, അസൈൻമെന്റ് ഇല്ലേ, സർവേ നടത്തേണ്ടത്. ഉം. അപ്പൊ എനിക്ക് അതിൽ കുറച്ച് ഇങ്ങനെ എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യണത് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. സർവേയുടെ ഡീറ്റെയിൽസ് ഞാൻ ക്ലാസ്സിൽ തന്നിരുന്നോ? ക്വസ്റ്റ്യൻസ് തന്നിരുന്നു മാം, പക്ഷേ എനിക്ക് കറക്റ്റ് ഇങ്ങനെ നമ്മ അവിടെ ചെല്ലുമ്പോ എന്താണെന്ന് ചോദിക്കണ്ട എങ്ങനെയൊന്നും ഞാൻ അതിന് ആ ക്വസ്റ്റ്യൻസ് ഇല്ലേ, 35 അത്രയും ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് ഔട്ട്സ് എടുത്തിട്ട് ആ ഒരു പാരന്റ്സിന്റെ കയ്യിൽ കൊടുത്ത് അവരോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ മതി. അതിനുശേഷം ആ കിട്ടിയ ഡേറ്റ അവരുടെ അത് വാങ്ങിക്കണം. ആ കിട്ടിയ ഡേറ്റ വെച്ചിട്ട് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കണം, ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലെ. പ്രോജക്ട് റിപ്പോർട്ട് അതിന് ഞാൻ പറഞ്ഞു തന്നോ, എങ്ങനെയാണ് നിങ്ങൾ ആ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നോ? അതല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. അതെ, ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സർവേയുടെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ വന്നിട്ടില്ലേ? നിങ്ങളുടെ ക്ലാസ് റൂമിൽ വന്നിട്ടില്ലേ? ഇല്ലല്ലോ. ഇല്ല വന്നിട്ടില്ല മാം. ഇനിയിപ്പോ സർവേ ആരാ? ഞാൻ പറഞ്ഞോ, സർവേയെ കുറിച്ച് പറഞ്ഞോ? മാം സർവേ എന്ന് പറയുന്നത് സർവേ ഇപ്പൊ വന്നിട്ടുണ്ട് കുറച്ച് ഓക്കെ, ഒരു കാര്യം ചെയ്യാം. പറയും പറയട്ടെ. മീൻസ് പറഞ്ഞ സർവേ ചെറിയ സർവേ ആണ്. വാട്ട് യു മീൻ ബൈ ഹെൽത്ത് എന്ന് ചോദിക്കാം. പിന്നെ ഹെൽത്ത് ആയിരിക്കും നിങ്ങൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. 10 പേരോട് ചോദിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ സർവേ വലിയ സർവേ അല്ല. ശരി, ഞാൻ ഓർത്തു നമ്മൾക്ക് വേറൊരു സർവേ ചെയ്യാനുണ്ട്, ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അത് നെക്സ്റ്റ് പാർട്ട് ചൈൽഡ് ഡെവലപ്മെന്റും സൈക്കോളജിയൊക്കെ ആവുമ്പോഴാണ് സാധാരണ ഞാൻ കൊടുക്കുന്നത്. ഞാൻ അതാന്ന് വിചാരിച്ചാട്ടോ ഞാൻ പറഞ്ഞത്, സോറി. ഈ സർവേ ഒന്നുമില്ല ഷിഗ്നാസ്, ഒരു 10 പേരെ മീറ്റ് ചെയ്യാം. ഈ 10 പേരെന്ന് പറഞ്ഞ ഒരു വീട്ടിലെ 10 പേര് അങ്ങനെയൊന്നും അല്ല വേണ്ടത്. ഒരു വീട്ടിലെ തന്നെ ആയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ പല ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവര്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, അപ്പർ ക്ലാസ് ഫാമിലി, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവര്, പിന്നെ ഏജ് വ്യത്യാസമുള്ളവര്, കൗമാരപ്രായക്കാര്, ഒരു 12 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെയുള്ളവരോ, പിന്നെ യൂത്ത് 30+ ആയവരെ നോക്കാം, 20+ ആയവരെ നോക്കാം, പിന്നെ ഓൾഡ് ഏജ് ആയിട്ട് റിട്ടയർമെന്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരു 60+ ആയിട്ടുള്ളവർ. എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ പല ജീവിത സാഹചര്യം ലൈഫ് സ്റ്റൈൽ ഉള്ള ആളുകളുടെ അടുത്ത് ചെല്ലുക, അവരോട് ചോദിക്കുക ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അവര് പല പല കാര്യങ്ങൾ പറയും, അത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പറ്റുന്ന പോലെ ഷോർട്ട് ആയിട്ടോ ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് മുഴുവനും നമ്മൾ വായിച്ചു നോക്കിയിട്ട് അതിനെ റെഫറൻസ് ആക്കി വെച്ചിട്ട് ഒരു ഡെഫിനിഷൻ ഹെൽത്തിന് എഴുതുക. ഒരു പാരഗ്രാഫ് മതിയാകും, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാട്ടോ. ഡെഫിനിഷൻ നല്ല ക്ലിയർ ആയിട്ട്. ഈ ഡെഫിനിഷൻ എഴുതുമ്പം ഇപ്പൊ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്ത് ഇപ്പൊ 10 പേരെ മീറ്റ് ചെയ്തില്ലേ, അപ്പൊ ഇപ്പൊ ആ 10 പേരെ മീറ്റ് ചെയ്തപ്പോ ഓരോരുത്തരുടെയും പേര് എഴുതി അങ്ങനെ എഴുതണോ ഡെഫിനിഷനകത്ത്? വേണ്ട വേണ്ട, ആ ഡെഫിനിഷനിൽ നിങ്ങൾ ആരെ കണ്ടു അവരുടെ പേരോ അവരുടെ അഡ്രസ്സോ ഡെസിഗ്നേഷനോ ഒന്നും എഴുതണ്ട. നമ്മൾ ആ കേട്ട ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ എഴുതി വെക്കുക ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്. സെയിം തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്? പലർക്കും പല ആൻസർ ആയിരിക്കാം. ഓൾഡ് ഏജ് ആയവര് ഞങ്ങൾ നടക്കാൻ പോകും, ദിവസവും രാവിലെ ഇത്ര ടൈം അല്ലെങ്കിൽ വൈകുന്നേരം ഇത്ര ടൈം നടക്കാൻ പോകും. ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ പറയുമായിരിക്കും, 30+ ആയവര് പറയാം ഞങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട്, ദിവസം ഇത്ര മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്റെ ട്രെയിനർ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് തരുന്നുണ്ട്, ഞാൻ എന്റെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നു. യെസ്, അനലൈസ് ദെയർ ആൻസേഴ്സ്. യെസ്, ഡെഫിനറ്റ്ലി. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയും, എല്ലാം നോട്ട് ചെയ്യുക. എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് വേണ്ടതെന്നുള്ളത് അതിനെ റെഫർ ചെയ്ത് എഴുതുക. നമ്മൾ നിങ്ങളോട് ഒരു നോട്ട്സ് എഴുതാൻ പറഞ്ഞ ഒരു കണ്ടന്റ് തരുന്നു, കണ്ടന്റ് അങ്ങനെ കോപ്പി ചെയ്ത് വെക്കുമല്ലോ നോട്ട്സ് എഴുതുമോ. നമ്മൾ വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചിലപ്പോൾ പോയിന്റ് ആയിട്ട് എഴുതും, ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതും, ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് 2-3 പാരഗ്രാഫ്സ് ആയിട്ട് എഴുതും. ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് പോയിന്റ് വൈസ് ബുള്ളറ്റ് പോയിന്റ് പോലെ അങ്ങനെ വേണമെങ്കിൽ എഴുതാം, പാരഗ്രാഫ് ആയിട്ട് എഴുതാം, എങ്ങനെയായാലും പ്രോബ്ലം ഇല്ല. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. Okay, then
അപ്പൊ നമ്മളിവിടെ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളാണ് പറഞ്ഞത്. സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ബട്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ സന്തോഷവും സമാധാനവും കൂടെ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെ? നമ്മളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോള് നമ്മുടെ കയ്യിലാണ് അല്ലെങ്കിൽ ആണോ എന്നൊന്ന് ചിന്തിക്കാം. അത് വേറെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അങ്ങ് ഡെസ്പായി പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലാണ്. അവരെന്താണ് അതിന്റെ ബട്ടൺ പ്രസ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലായ്പ്പോഴും നമുക്ക് പോസിബിൾ ആവണമെന്നില്ല, അല്ലെ? നമ്മള് ഞാൻ ക്ലാസ്സിൽ ഈ ഒരു 1 hour ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവുമ്പോൾ യെസ് ഡെഫിനറ്റ്ലി അത് എന്നെയും ബാധിക്കും. അല്ലെങ്കിൽ എനിക്കൊരു ടെൻഷൻ വന്നു, അത് ഡെഫിനറ്റ്ലി നിങ്ങളെയും ബാധിക്കും. നമ്മളൊരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുവാണെങ്കിൽ നമ്മളെല്ലാവരിലും അതിന്റെ റിഫ്ലക്ഷൻസ് വരും, അല്ലെ? ആ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻസ് വരും. അപ്പൊ അത് ഇൻഡിവിജ്വൽ മാത്രം അല്ല ഈ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡും കൂടിയാണ്, അല്ലെ? നമ്മള് എനിക്കൊരു അച്ചീവ്മെന്റ് കിട്ടി, ഞാനത് ഷെയർ ചെയ്യുമ്പോൾ എന്നോടൊപ്പം സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കണം എന്റെ കൂടെ ഉള്ളത്. അതേസമയം എന്റെ അച്ചീവ്മെന്റില് അനിഷ്ടം കാണിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾക്കൊരു സുഖമില്ലായ്മയായിരിക്കും അവിടെ, അല്ലെ? അങ്ങനെ ഒരു ഗ്രൂപ്പില്. അതുപോലെ തന്നെ വേറൊരാൾക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനൊപ്പം സന്തോഷിക്കും. അതെല്ലാവരുടെയും ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കണക്കാക്കി സന്തോഷിക്കുക എന്നുള്ളതാണ് ശരിയായ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾ ചെയ്യേണ്ടത്. ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മേർജ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തി, അതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പലപ്പോഴും അസൈൻമെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ് ഇസ് ഇൻ യുവർ ഹാൻഡ്. ഇഫ് എനിവൺ സേസ് എനിത്തിങ് ആൻഡ് ഇഫ് യു ഫീൽ ഡൗൺ, then that means the remote control of your happiness is in their own hand. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോ അസൈൻമെന്റ് ആയി എഴുതും എന്ന് പറഞ്ഞു ഗൂഗിളിൽ നോക്കിയാലൊന്നും നമുക്ക് ഇതിനൊരു പ്രോപ്പർ ആൻസർ ഇല്ല. ഇത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ്, നിങ്ങളുടെ കാഴ്ചപ്പാടാണ്, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അവിടെ വരേണ്ടത്. അപ്പൊ നമ്മൾ ആലോചിക്കും, ശരിയാണല്ലോ, പലപ്പോഴും എന്റെ സന്തോഷം കൺട്രോൾ ചെയ്യുന്ന വേറെ പല ഫാക്ടേഴ്സ് ആണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മളൊക്കെ എന്താ പറയാ, ഇപ്പം ആ അല്ലിക്ക് ആഭരണങ്ങൾ എടുക്കാൻ പൊക്കോളൂന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നെങ്കിൽ ശോഭന ഒരുപക്ഷെ അങ്ങനെ റിയാക്ട് ചെയ്യില്ലായിരുന്നു. പോകണ്ട എന്ന് പറഞ്ഞപ്പോ നാഗവല്ലിയായി മാറി. ഇതേ പ്രശ്നം നമുക്കും ഉണ്ടാവാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്കൊരു തടസ്സം വരുമ്പോഴേക്കും നമ്മളുടെ ഉള്ളിലെ നാഗവല്ലി പുറത്തേക്ക് വരും. ഇതൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ശോഭനയ്ക്ക് ശരിക്കും ഒരു സൈക്യാട്രിക് ഡിസോർഡർ ആണ് സംഭവിച്ചത്. ശോഭന എന്ത് ആഗ്രഹിച്ചോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നപ്പോഴേക്കും ശോഭനയ്ക്ക് ഭയങ്കര സൈക്യാട്രിക് ഡിസോർഡർ വന്നു. ശോഭനയുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, മൂവിയെ ജഡ്ജ് ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ഞാൻ ആളില്ല. പക്ഷെ എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ആ മൂവി കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, അന്ന് ചെറുപ്പത്തിൽ കണ്ടപ്പോൾ പേടിയിരിക്കാത്തോ കണ്ടത് കേട്ടോ. ആ സമയത്ത് ഒരു ഹൊറർ മൂവി എന്നുള്ള രീതിയിൽ കാണുമായിരുന്നു. പക്ഷെ പിന്നീട് പലതവണ കണ്ടപ്പോ ശരിക്കും ഞാൻ ഒരു സൈക്കോളജിക്കൽ രീതിയിലാണ് ആ മൂവി, സൈക്കോളജിക്കൽ ത്രില്ലറാണ് ശരിക്കും. അവിടെ പ്രേതമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പറയുന്നു, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നുള്ള രീതിയിലാണ് ആ മൂവിയെ കണ്ടത്. അപ്പോ ശോഭനയുടെ മനസ്സിന്റെ പ്രശ്നങ്ങൾ, മെന്റൽ ഹെൽത്തിന്റെ പ്രോബ്ലം ആയിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചത് ആ ഒരു ക്യാരക്ടറിന്റെ, അല്ലെ? അത് ആണ് ആ ഒരു സൈക്യാട്രിക് ഡിസോർഡർ സംഭവിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞുകൊണ്ട്. ശരിയായ ഏജിൽ ശരിയായ രീതിയിലുള്ള കെയർ കിട്ടാതെ വളർന്ന ഒരു കുട്ടി വലുതായപ്പോ ആ കുട്ടി ഫേസ് ചെയ്ത പിന്നെ കുറെ ഒബ്സർവേഷൻസ് അതിന്റെ പേരിൽ നടന്നു. ആ പറഞ്ഞ ഒബ്സർവേഷൻ സെയിം എന്റെ മനസ്സിലും തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ശോഭനയുടെ ഹസ്ബൻഡായി വരുന്ന ക്യാരക്ടർ ശോഭനയെ വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചില റിഫ്ലക്ഷൻസ് ഒക്കെ മൂവിയിൽ അവിടെ കാണാം. എന്നുവെച്ചാൽ ഒരു ഭാര്യ എന്ന നിലയിൽ ചില നീഡ്സ് ഉണ്ടല്ലോ, ആ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ ആ ഒരു ക്യാരക്ടർ ചെയ്ത സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശോഭനയ്ക്ക് ഇങ്ങനെ ഒരു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അങ്ങനെ ഒരു ലോകത്തേക്ക് ശോഭന പോകാനുള്ള കാരണം. വേറൊരാളുടെ അട്രാക്ഷൻ തോന്നുന്നതും അതൊക്കെ ഈ സൈക്കാട്രിക് ഡിസോർഡർ. അപ്പൊ അത് പറയാതെ പറഞ്ഞു അത്ര ഭംഗിയായിട്ട് ആ മൂവിയുടെ കഥ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഡിസോർഡർ പറയാതെ പറഞ്ഞ് നമ്മളെ കാണിക്കുമായിരുന്നു. എല്ലാരും അത് കാണുന്നവരുടെ പെർസ്പെക്റ്റീവ് ആയിരുന്നു ഇത് എന്താണെന്നുള്ളത്. ഓക്കെ ഫൈൻ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പറ്റിയ വായിക്കൂ, സൈക്കോളജി റിലേറ്റഡ് ബുക്സ് വായിക്കുക. കാരണം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈക്കോളജി. നമ്മൾ ചൈൽഡ് സൈക്കോളജി നല്ലപോലെ അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ നന്നായിട്ട് അറിയണം. കാരണം
എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് അത് നന്നായിട്ട് അറിയണം. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി വളരെ വാസ്റ്റ് ആണ്, വൈഡ് ആണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അതൊരു മനുഷ്യന്റെ ലൈഫ് സ്പാൻ, അതിനെ കുറിച്ചാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. മനുഷ്യന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ബർത്ത് തുടങ്ങി ഡെത്ത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ സ്നേഹത്തിൽ നിന്ന് ആ അമ്മയാകാൻ പോകുന്ന വ്യക്തിയുടെ വോമ്പിൽ, ഗർഭപാത്രത്തിൽ ആ ജീവന്റെ തുടുപ്പായിട്ടൊരു ചെറിയൊരു പുഴുപോലെ സംഭവം ഉണ്ടാവുന്നുണ്ടല്ലോ, അത് തുടങ്ങിയിട്ടുള്ളതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അതാണ് ലൈഫ് സ്പാൻ ആയിട്ട് കാണുന്നത്. വോം ടു ടോംബ്, അമ്മയുടെ ഗർഭപാത്രം, വോം, അതിൽ നിന്ന് ടോംബ്, ശവകുടീരം വരെയും എത്തുന്ന, ഡെത്ത് ആവുന്ന സമയം വരെയുള്ള ഡെവലപ്മെന്റ്, മനുഷ്യന്റെ മാറ്റങ്ങൾ, അതിനെ കുറിച്ചുള്ളതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത് മൂന്നും നമ്മൾ നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് മൂന്നും നിങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. മേ ബി നിങ്ങളുടെ PDF, നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഒരു ബോക്സിന്റെ, ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിൽക്കാതെ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, അതിന്റെ പുറത്തേക്ക് ചിന്തിക്കുക, എക്സ്പാൻഡ് ചെയ്യാം നമ്മുടെ നോളജ്. മാമിന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ബുക്സിന്റെ നെയിം ഉണ്ടോ മാം? ഞാൻ നോക്കട്ടെ. മറിയ മോണ്ടിസോറിയുടെ ഹാൻഡ് ബുക്ക്, അത് എന്റെ കയ്യിലുള്ള പോസ്റ്റിനുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരെണ്ണമുണ്ട്, സൈക്കോ അനാലിസ്റ്റ് ആണ്, ഫാദർ ഓഫ് സൈക്കോ അനാലിസ്റ്റ്. സൈക്കോളജി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കുട്ടികളെ റെഫർ ചെയ്യുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ബുക്സ് ആണ്. ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഈ ഒരു മെത്തേഡ് കുറച്ചുകൂടെ നന്നായി അറിയാനായിട്ട്. ദ ഡിസ്കവറി ഓഫ് ദി ചൈൽഡ്, മറിയ മോണ്ടിസോറിയുടെ ഒരു ഓട്ടോബയോഗ്രഫി പോലുള്ള ബുക്കാണ്. അതായത് മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടറാണ് മറിയ മോണ്ടിസോറി. അവര് കുട്ടികളിൽ ഓരോ ആക്ടിവിറ്റീസ് കൊടുത്തപ്പോൾ കുട്ടികളിൽ ഉണ്ടായിരുന്ന ആ റിസൾട്ട്, അവർ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ മുഴുവനും ഈ ബുക്കിലുണ്ട്. ക്ലാസ് എടുക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മളുടെ ടെക്സ്റ്റിൽ അവിടെ എവിടെയും വരുന്നുണ്ട്. പക്ഷെ ഇത് മോണ്ടിസോറി പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുത്തപ്പോൾ, ഓരോ മെറ്റീരിയൽ ഡിസൈൻ ചെയ്തപ്പോൾ, ആ മെറ്റീരിയൽ കൊടുത്തപ്പോൾ കണ്ട ഒബ്സർവേഷൻ. സൈക്കോളജി അത്ര ഇൻട്രസ്റ്റ് ഇല്ല, വെരി ഡിഫിക്കൽട്ട്. ബട്ട് എന്തായാലും നമ്മള് ചൈൽഡ് സൈക്കോളജി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കുട്ടികളെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ അല്ലാന്ന് പറഞ്ഞാലും ഓക്കെ. ഇപ്പൊ സൈക്കോളജിയിലേക്ക് കുട്ടികൾ കൂടുതൽ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. പണ്ട് എഞ്ചിനീയറിംഗ്, മെഡിസിൻ എന്നൊക്കെ ആയിരുന്നു. ഇപ്പം കുട്ടികൾ മാറി ചിന്തിക്കുന്നു. സൈക്കോളജിയിൽ പല രീതിയിലും പലതിലും സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു എന്നല്ല, അവർ വീണ്ടും സ്പെഷ്യലൈസ് ചെയ്യാണ്, അപ്ഡേറ്റ് ചെയ്യാണ്. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ്. മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്നു. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് വളരെ കുറവാണ്. അപ്പൊ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ആയി തുടങ്ങിയിരിക്കും. കറക്റ്റ് ആണ് മാം. ഞാൻ ഈ ക്ലാസ്സിന് ചേർന്നതിന് ശേഷം എന്റെ മോനെ എങ്ങനെ പഠിപ്പിക്കാനിരിക്കും, കുട്ടികളെ സൈക്കോളജി മനസ്സിലാക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടികള്, എന്റെ മോൻ ഇരിക്കില്ല, വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പഠിക്കാൻ ഇരിക്കുന്ന അവനിക്ക് ഇഷ്ടമല്ല. പഠിക്കാനായിട്ട് ബുക്സും ബാഗും ഒന്നും കൊണ്ട് വന്നിരിക്കുന്നത് അവനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാ ഞാൻ ഇത് പഠിപ്പിക്കുക എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓരോന്നായിട്ട് ട്രൈ ചെയ്ത്. ഇപ്പൊ അവനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഞാൻ ചോദിച്ച്, അപ്പൊ അതിന് ഒന്ന് കൈയൊക്കെ ഒന്ന് ഹിറ്റാക്കി, കൈ കൊണ്ടൊന്ന് മുട്ടി, അപ്പൊ എനിക്ക് കുറച്ചും കൂടി അത് അടുത്ത പറയണം എന്നുള്ള ക്യൂരിയോസിറ്റി വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ടെക്നിക്ക് പഠിച്ചു അവനെ സ്പെല്ലിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഓരോരോ സൈക്കോളജി മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു അന്ന് ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുന്നിൽ വരുന്ന കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലായാൽ മാത്രമാണ് നമ്മൾക്ക് ഇപ്പൊ റെസ്റ്റിന ചെയ്ത പോലെ ആ ഒരു ടെക്നിക്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കുട്ടികളെയും ഒരേ മെത്തേഡിൽ പഠിപ്പിക്കാൻ പറ്റില്ല. കുട്ടികൾ ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്, വ്യത്യാസം. ഒരിക്കലും ഇല്ല മാം. ഞാൻ ഒരു വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിലൊരു കുട്ടിയെ ഞാൻ നന്നായി നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി, എനിക്കിപ്പോ മറന്നുപോകാത്തൊരു കുട്ടി. ബാക്കി എല്ലാ കുട്ടിയുടെ പേരും ഞാൻ മറന്നുപോയിട്ടുണ്ട്. അധിക കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഈ കുട്ടിയുടെ പേര് മാത്രം ഞാൻ ഓർമ്മിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കി എല്ലാ കുട്ടികളും ഞാൻ പഠിപ്പിക്കുന്നത് ഫോളോ ചെയ്ത് അതുപോലെ പഠിച്ചു വരും. ഈ കുട്ടി മാത്രം ഒരിക്കലും പഠിക്കൂല. പക്ഷെ അവനിക്ക് സ്പെല്ലിങ്ങിന്റെ പ്രശ്നം ഒന്നുമില്ല, പക്ഷെ പഠിക്കൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവനിക്ക് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവൻ പാമ്പറിങ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുരുത്തക്കേടുണ്ട്. പക്ഷെ അവന് എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ പാമ്പർ ചെയ്യുമ്പോൾ അവന് ആ പാമ്പർ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട് അവൻ പഠിച്ചു കൊണ്ടിരുന്നുണ്ട്.
അപ്പൊ ആ ഒരു ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്തപ്പോ അടുത്ത എക്സാമിനും എനിക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ അതാ പറഞ്ഞ ഓരോ കുട്ടികളും ഡിഫറെന്റ് രീതിയിലാണ് നമ്മളോട് പെരുമാറുക. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് പെരുമാറിയ കുട്ടികളെ മാത്രമേ നമ്മൾ ഓർക്കുകയും ചെയ്യുള്ളൂ, പേര് നമ്മളെ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പൊ അവന്റെ നീഡ്സ് അതായിരുന്നു, അവനൊരു കെയർ കിട്ടണമായിരുന്നു, അവൻ എവിടെയോ യെസ്, അത് അവനിക്ക് അത് അവൻ എവിടെയോ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവനിക്ക് ആ ഒരു കെയറിങ് വേണമെന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. അവന് പാമ്പർ ചെയ്യാൻ നല്ല കുട്ടിയാ, നല്ല മോനാ, നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒന്നൊരു കാര്യം ഞാൻ ചെയ്തതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ചെയ്യാൻ വേണ്ടി അവൻ പെട്ടെന്ന് ശ്രമിക്കുന്നുണ്ട്. അമ്മ തന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അയ്യോ എനിക്കിപ്പോ നല്ല മാറ്റമുണ്ട്, വന്നിട്ട് ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇതല്ല, അല്ലെങ്കിൽ ഒന്നും ബുക്ക് എടുക്കില്ല തൊടൂല എന്ന് പറഞ്ഞ ആൾക്കാർ തിരിച്ചത് മാറി വന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതാണ് കുട്ടികളുടെ റൈറ്റ്സ് ആണ് അവരെ സ്നേഹിക്കുക എന്നുള്ളത്. അവരെ സ്നേഹിക്കുക, ലവ് ആൻഡ് ടു ബി ലവ്ഡ്, അവരെ തൊട്ട് കെയർ ചെയ്യണം, അവരുടെ അഫക്ഷനോട് പെരുമാറണം, അതൊക്കെ അവരുടെ നീഡ്സ്. മുന്നിൽ വരുന്ന കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സൈക്കോളജി അറിഞ്ഞിരിക്കണം, ആ ഒരു ചൈൽഡ് സൈക്കോളജി. കുട്ടികളുടെ വളർച്ചയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം, അവരുടെ ശരീരത്തിന്റെ ആയാലും മനസ്സിന്റെ ആണെങ്കിലും ലാംഗ്വേജിന്റെ ആണെങ്കിലും ബുദ്ധിയുടെ വളർച്ചയാണെങ്കിലും എല്ലാം നമ്മൾ അറിയണം. ഞാൻ ഈ കോഴ്സിന് ചേരുന്ന മുന്നേ ഞാൻ വിചാരിച്ചെന്തിനാ അപ്പൊ ഈ ടീച്ചിങ് കോഴ്സ് ചെയ്യണം എന്നുണ്ടോ, നമ്മൾ പഠിപ്പിക്കുന്നില്ലേ, അത് പോരെന്നെല്ലാം ചിന്തിച്ചിട്ടുണ്ടേ. പക്ഷെ ഇപ്പൊ ചേർന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ കൂടുതൽ കുട്ടികളെ സൈക്കോളജി പഠിക്കുന്നതായിരിക്കും ഈ കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന്. കാരണം നമ്മളത് മനസ്സിലാക്കി എടുക്കാൻ പാടുപെടുന്നില്ലേ. മുന്നേ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വേറെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്ന നമുക്ക് അറിയുമായിരിക്കും. പക്ഷെ ഇത് പഠിക്കുന്ന മുന്നേ ആയത് ഞാൻ തന്നെ സ്വയം അത് അങ്ങനെ കണ്ടെത്താൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിങ്ങനെ എന്തെങ്കിലും ഒരു സൈക്കോളജി ഇതിന്റെ പിന്നിൽ ഉണ്ടാവുന്ന ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ മാറി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇത് രശ്മിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, നമ്മുടെ ഒരു ബാച്ചില് ഇറങ്ങിയ ഒരു ബാച്ചാണ്, 4th ബാച്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതില് എമ്മഡ് കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ ബാച്ചിലും എല്ലാം ഉണ്ടാവും, ബി.എഡും എമ്മഡും ഒക്കെ കഴിഞ്ഞവരുണ്ടാവുമായിരിക്കും. അപ്പൊ ഈ കുട്ടി കോഴ്സിന് ശേഷം മാരേജ് ചെയ്തു. മാരേജ് ഒക്കെ കഴിഞ്ഞപ്പോ കുട്ടി ഉണ്ടായിരുന്നു, മോനുണ്ടായിരുന്നു. ഒരു രീതിയിലും ആൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഈ മോന്റെ രീതികള്. കുറച്ച് കുറുമ്പുണ്ട്, കുസൃതിയൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികളെ, ഒരു രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ചോദിച്ചു, നീ ബി.എഡും എമ്മഡും കഴിഞ്ഞ ആളല്ലേ, അവിടെ നിങ്ങൾ പഠിക്കുന്നില്ലേ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്? ഇതിന് ഒരു മറുപടി ഇല്ലായിരുന്നു എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് മോനെ സ്കൂളിലാക്കാറായപ്പോ, KG-യിലാക്കാറായപ്പോ, എന്തായാലും KG-യിലാക്കുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് ചുമ്മാ ഇങ്ങനെ എഴുതിപ്പിച്ചൊക്കെ നോക്കുമല്ലോ, ഇവന് അടങ്ങിയിരിക്കില്ല, ക്ഷമ വിട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു എഴുതിപ്പിക്കാനൊക്കെ. പക്ഷെ സ്കൂളിൽ ചെന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിരുന്ന് വീട്ടിൽ ഇരുന്ന് എഴുതുന്നു. അപ്പൊ ഇതിന് ഭയങ്കര അതിശയായിരുന്നു. ആ ടീച്ചർമാരെ സമ്മതിക്കണം, എങ്ങനെ ഈ കൊച്ചു പിള്ളേരെയൊക്കെ ഇങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് എത്തിക്കുന്നു എന്നുള്ളത് ഭയങ്കര അതിശയായിരുന്നു. അങ്ങനെയാണ് വന്ന് മോണ്ടിസോറി മെത്തേഡ് ജോയിൻ ആവുന്നത്. മെത്തേഡിലൂടെ കടന്നു പോയപ്പോൾ മനസ്സിലായി ആ ടീച്ചേഴ്സ് എങ്ങനെ കുട്ടികളെ ഇത് ചെയ്യിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അടുത്തൊരു മോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ KG സെഷനിൽ ടീച്ചറായി ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മോനെ മാനേജ് ചെയ്യാൻ പറ്റി. ഹസ്ബൻഡും പറയുന്നത് ആ ഒരു വ്യത്യാസമാണ്. പണ്ടുണ്ടായിരുന്ന, അതായത് ഹസ്ബൻഡിനും ലൈഫ് സ്മൂത്തായി. പണ്ട് എന്താ പറയുക, ഷൗട്ട് ചെയ്തിരുന്ന മോന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു, ആ ദേഷ്യം ചിലപ്പോ ലൈഫ് പാർട്ട്ണറോടും കാണിക്കുന്നുണ്ടാവും. വീട്ടിലാകെ മൊത്തം അന്തരീക്ഷം ഭയങ്കര ബുദ്ധിമുട്ട്. അത് കഴിയുമ്പോ വീട്ടിലെല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആവാൻ തുടങ്ങി. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മളിൽ ഒരാളിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മുടെ ചുറ്റുപാടിലേക്കും സ്പ്രെഡ് ആകുകയാണ്. ആ ചേഞ്ച് പോസിറ്റീവ് ചേഞ്ച് ആകട്ടെ എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അത് നെഗറ്റീവ് ആയ ഞാൻ എന്നോട് അഭിപ്രായം ചോദിക്കുന്നവരോട് പറയുന്നത്, ജോലി ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളൊന്ന് മോണ്ടിസോറിയിൽ ചേർന്നോ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ. കാരണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് യൂസ്ഫുൾ ആവുന്നു. നമ്മളുടെ ലൈഫ് കുട്ടികൾ ശരിക്കും നമ്മളുടെ ഉള്ളില് നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ചുറ്റുപാടിലേക്കും അത് റിഫ്ലക്ട് ചെയ്യും. അത് അഡൾട്ട്സിന്റെ കാര്യം പോട്ടെ, കുഞ്ഞുങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവര് വളർന്നു തുടങ്ങണല്ലേ ഉള്ളൂ, അവരുടെ ജീവിതം തുടങ്ങിയിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അത് കുട്ടികളിലേക്ക് ബാധിക്കുന്നതാണ് ഏറ്റവും പ്രശ്നം. അത് നമ്മളൊക്കെ കെയർ ചെയ്യണം. സൗണ്ട് മൈൻഡ് വേണം എല്ലാവർക്കും, നല്ലൊരു മെന്റൽ ഹെൽത്ത്, അതായത് നമുക്ക് കാര്യങ്ങൾ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ട് മൈൻഡ്. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? താങ്ക് യു സോ മച്ച്. ഹലോ ടീച്ചർ, ഹലോ ടീച്ചർ, ഒരു കാര്യം യെസ്.
ആരാ അതെ ചോദിക്കുന്നത്? ജിനാസ. ഷിജിനാസ് നമ്മ ആ ഒരു ഡെഫിനേഷനാണോ ചോദിക്കേണ്ടത്? ഹെൽത്തിന്റെ ഡെഫിനേഷനാണോ ചോദിക്കേണ്ടത്? അവരോട് ഡെഫിനേഷൻ ചോദിക്കേണ്ട ഷിജിനാസ്. നമുക്ക് പരിചയമുള്ള വ്യക്തികളായിരിക്കുമല്ലോ, അവരോട് കാഷ്വലി സംസാരിക്കുക. നോർമലി നമ്മൾ സംസാരിക്കില്ലേ അതുപോലെ വിശേഷങ്ങളൊക്കെ ചോദിക്കേ ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ചോദിക്കും. അപ്പൊ അവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അവർ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും ഇത് എന്തിനാ നോട്ട് ചെയ്യണത്, ഞാൻ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കിത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നോ പ്രോബ്ലം. അപ്പൊ അവര് വളരെ വിശദമായി പറഞ്ഞു തരും. ഓക്കെ ജോഫി, എന്തായിരുന്നു ജോഫിയുടെ ഡൗട്ട്? ജോഫി അല്ലേ? സൈൻ ഓഫ് ചെയ്യട്ടെ? ഒരു മിനിറ്റ് നിഷ. ഞാനേ അസൈൻമെന്റ് ചെയ്തതൊന്ന് കാണിക്കട്ടെ. ഇങ്ങനെ എന്താ ടോപ്പിക് എഴുതാനുള്ളത് ഇത് വിട്ടിട്ട് ചെയ്താൽ മതിയോ? ഇങ്ങനെ കാണാവോ? ഓക്കെ, ഇത് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് അസൈൻമെന്റാ? ഇത് മറ്റേ ഹെൽത്ത് ഇല്ലേ ഇപ്പം വേരിയസ് ഏജൻസീസ്. ഓക്കെ ഓക്കെ. അത് താണ്ടെ എന്നിട്ട് അത് മാമിന്റെ, കാരണം ഇപ്പുറത്തെ അശ്വതി മാമിന്റെ ചെയ്തിട്ടുണ്ട്. അന്നേരം പേര് എഴുതിയിട്ടുണ്ട് സബ്മിറ്റഡ് ടു അശ്വതി മാം എന്ന്, ഇവിടെ ജിഷ മാം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ദാണ്ടെ ഇവിടെ ഇങ്ങനെ ടോപ്പിക് എന്ന് ഇട്ടാ മതിയോ? എന്നിട്ട് മാം ക്വസ്റ്റ്യൻ ഇടുമ്പോ ഇത് എഴുതിയാ മതിയോ? ഓക്കെ, മതി മതി, നോ പ്രോബ്ലം. യു ക്യാൻ ഡു ഇൻ എനി വേ. കാരണം ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക് മാത്രം ഫോട്ടോ എടുത്തല്ലേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇങ്ങനെ എവിടെ ആയാലും പ്രോബ്ലം ഇല്ല. എളുപ്പത്തിന് അത് ഒറ്റ ബുക്കിലാകുമ്പോൾ നമുക്കത് ഈസി ആയിരിക്കും. അത് നമുക്ക് കീപ്പ് ചെയ്യാൻ, അത് നഷ്ടപ്പെട്ടു പോകില്ലല്ലോ. ഓക്കെ, ഇവിടെ ഒരു മെസ്സേജ് കണ്ടു. ഞാൻ IHRD കോളേജിലാണ് പഠിച്ചത്, ചെങ്ങന്നൂർ. ഞാൻ അവിടുത്തെ 4th ബാച്ച് ആയിരുന്നു. 2000 പാസ് ഔട്ട് ആയി. ആര്യയുടെ വീട് എവിടെയാണോ? കല്ലിശ്ശേരി. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ ആയിരുന്ന സമയത്ത് അവിടുത്തെ ശിവക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയിരുന്നു 2 പ്രാവശ്യം. മഹാദേവ ക്ഷേത്രം 2 പ്രാവശ്യം ദേവി തൃപ്പൂത്താവുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. നിഷ സൈൻ ഔട്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ചെയ്യട്ടെ മാം? ഒരു പാട്ടാണ് പാടാൻ ട്രൈ ചെയ്യുന്നതാണേ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർക്കം ഓർത്തോളി, ഉദിമതിയാം മുത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുദിച്ചോളീൻ. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർക്കം ഓർത്തോളീൻ, ഉദിമതിയാം മുത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുദിച്ചോളീൻ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയ പോലെ വേറൊരു കൂട്ടുണ്ടോ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. സ്വർഗക്കാവാണ് ഉമ്മ സഹനക്കടലാണ്, ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർക്കം ഓർത്തോളി, ഉദിമതിയാം മുത്തു മുഹമ്മദ് തൂമൊഴിയുള്ളിലുറിച്ചോളി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. കുറെ വാക്കുകളുടെ കറക്റ്റ് മീനിങ് എനിക്ക് അറിയില്ലെങ്കിലും എനിക്ക് ആ ഫീല് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.